Friends, welcome back to our channel JM Vlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് ഉള്ളിവട. അപ്പോൾ ആ ഉള്ളിവടയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് കാണിക്കാം. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിയാനുണ്ട്. അപ്പോൾ അരിയാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 2 ഉള്ളിയാണ്, 2 സവാള, പിന്നെ ആവശ്യം ഒരു പച്ചമുളക്, പിന്നെ 2 അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചി. അപ്പോൾ നമുക്കിത് അരിയാം. ഗോതമ്പിലാണ് ഉള്ളിവട ഉണ്ടാക്കണം. അപ്പോൾ ഗോതമ്പ് മാവ് 1 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് ആ ഉള്ളിക്കനുസരിച്ചുള്ള മാവ് വേണം. നമ്മളപ്പോൾ ഇത്ര മാവാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് അത് അരിയാൻ പോവാം. അപ്പം ഗൈസ് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഉടയ്ക്കാം. അപ്പം ഗൈസ് ഞാൻ ഉള്ളി ഉടയ്ക്കാൻ വേണ്ടി ഞാൻ അമ്മ വരെ കൊടുക്കുകയാണ്. എനിക്ക് സഹായം കഴുകാനുണ്ട്. മുളക് കഴുകണം. അപ്പോൾ നമുക്ക് മുളക് കഴുകിയെടുക്കാം. വെള്ളങ്ങൾ കുറച്ചാൽ എടുക്കുക. നമ്മൾ വെള്ളം സേവ് ചെയ്യണം. എന്നാൽ ഇതിപ്പോൾ ചൂട് കാലമാണ്. ഇഞ്ചി കഷ്ണം നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. അപ്പം ഗൈസ് നന്നായി ചതച്ചെടുക്കണം. അതിനു മുമ്പേ നമുക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് വെളുത്തുള്ളി എടുക്കാൻ പോവാ. അപ്പൊ ഗൈസ് നമ്മൾ ഉള്ളിയുടെ തോര കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴുകിക്കൊണ്ടുവരാം. ഉള്ളി കഴുകിയിട്ടുണ്ട്. ഉള്ളി കഴുകിയിട്ടുണ്ട്, മുളക് കഴുകിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് വെളുത്തുള്ളിയാണ് ചതയ്ക്കേണ്ടത്. ഗൈസ് നമുക്ക് 2-3 കഷ്ണം മതി വെളുത്തുള്ളി. നമ്മളിപ്പോൾ എടുക്കുന്നത് 3 കഷ്ണമാണ്. അങ്ങനെ 3 കഷ്ണമുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ഉള്ളി കൊണ്ടുപോകാം. അല്ല, ഐ മീൻസ് വെളുത്തുള്ളി ആർക്കായാലും തെറ്റി പോകുമല്ലോ. അങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം ആ ബാക്കി ഇഞ്ചി ഇരുന്നതിൻ്റെ കൂടെ ചതച്ചു കൊടുക്കാം. നന്നായിട്ട് ഇടിച്ച് ചതച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഉള്ളി അരിയണയിലേക്ക് പോവാം. അപ്പം ഗൈസ് നമ്മള് ഉള്ളി ഈ വിധത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരു പച്ചമുളകുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഒരു ഇഞ്ചി പേസ്റ്റ് ഉണ്ട്. ഇഞ്ചി പേസ്റ്റ് നമുക്ക് എടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഉള്ളി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇഞ്ചി പേസ്റ്റ് ആണിത്. അപ്പൊ നമ്മൾ ഇഞ്ചി പേസ്റ്റും അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്കടുത്ത് മാവ് എടുക്കാം. ഇത് ഗോതമ്പ് മാവാണ്. ഈ ഗോതമ്പ് മാവ് നമുക്ക് ഇതിലേക്ക് തട്ടാം. 1 കപ്പോളം ഗോതമ്പ് മാവുണ്ട്. ഞാൻ അളന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളമൊക്കെ ചേർക്കാം. വെള്ളമൊന്നും ആവശ്യമില്ല, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ആദ്യം എടുത്തു വെച്ച സവാള, മുളക് ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മാവിനനുസരിച്ചാണ് ഇടാം. നമുക്ക് ഇത്രയും മാറ്റി വെച്ചിരിക്കാം. ബാക്കി വേണമെങ്കിൽ നമുക്കിടാം. അപ്പോൾ നമുക്ക് കുഴക്കാൻ തുടങ്ങാം. ഒരു കാര്യം കൂടെ പറയാണ്. ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. നമുക്കാണെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ആകാൻ മറന്നു. ഇതാരും മറക്കരുത്. ചിലവരൊക്കെ മറന്നു കഥകളൊക്കെ.
അപ്പം ഗൈസ് അതെല്ലാം എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ ഇതേ പരുവാകുമ്പോൾ നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഇത് ഉണ്ടയാക്കാൻ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാം. 2 കൈ, നമ്മളുടെ 2 കൈക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഗൈസ് നന്നായിട്ട് കുഴയ്ക്കണം. കുറച്ച് ലേശം കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്തതിനേക്കാളും ഞാൻ കുഴച്ചിട്ടുണ്ട്, എന്നാലും ലേശം കൂടെ. ഗൈസ് കൂടി പോകരുത്, അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഗൈസ് ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു കറക്റ്റായി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടയുടെ സാധനമൊന്നുമില്ല. ഗൈസ് നമ്മളൊരു കാര്യം മറന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ ഉള്ളിവട. ഉപ്പിട്ടില്ല. ഗൈസ് അപ്പോൾ ഇതിന് ആവശ്യമായ ഉപ്പിടണം ഫ്രണ്ട്സ്. ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മതി. ഗൈസ് അത്ര ഇട്ടതിന് ശേഷം നന്നായി കുഴയ്ക്കുക. ഏകദേശം ഒരു ഉണ്ട പരുവത്തിലാവാറായി. അപ്പം നമുക്ക് ഉണ്ട ഉരുട്ടാം. അപ്പം നമുക്ക് ഉണ്ട ഉരുട്ടാൻ തുടങ്ങാം. കയ്യിൽ ചെറിയ നനച്ചിട്ട് വേണം ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കൈ ഒട്ടി പിടിക്കുന്നതാണ്. നിങ്ങൾ സൈസ് നിങ്ങൾക്ക് ഇത്രയാണാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടും ആക്കാം. അപ്പം നമുക്ക് ഓരോ ഉണ്ടെങ്കിൽ പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ ഉണ്ടാക്കുക. ഇതിനേക്കാളും ചെറുതാക്കുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സൈസ് വരും ഫ്രണ്ട്സ്. കണ്ടോ ഗൈസ്, ഈ സൈസിന് ചെറുതാക്കി എടുക്കണം. അങ്ങനെയെല്ലാം ചെയ്യുക. ഇതാണ് നമ്മളെ ലാസ്റ്റ് ഉണ്ട. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നേരത്തെ ചുണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത് ചട്ടി എടുക്കാം. ചട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. കത്തിച്ചിട്ടുണ്ട് നമ്മള്. അടുത്ത് നമുക്ക് ആവശ്യം എണ്ണയാണ്. നമ്മൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഗൈസ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ചൂടാവണമെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അതിനാവശ്യമുള്ള എണ്ണ ചൂടാവാൻ വയ്ക്കാം. നമ്മൾ എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ വെച്ച് ഓരോ ഉരുളയായിട്ട് ഉരുട്ടി വിട്ട് കഴുകാം. പൊട്ടിച്ചെടുക്കി ആ കൈ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഒരു സെറ്റ് നാരങ്ങാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ഇതൊന്ന് ആയി വരാൻ വെയിറ്റ് ചെയ്യാം. കരിയാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ നായി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് മറച്ചിട്ട്
നമ്മൾ പിരിച്ച് നോക്കണം എന്താന്ന്. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വേണ്ടി വേറൊരു പാത്രം എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് വെച്ച് ഒരു പാത്രം എടുക്കാമെന്നാണ്. ഗൈസ് പേടിക്കണ്ട, അതിവിടെ ഒരു ആക്രമണം നടന്നതാണ്. ഗൈസ് ഇത് എടുക്കുന്നെങ്കിൽ ഒരു ഇത് ഇങ്ങനെ എടുത്ത് 1 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം എടുത്തിടുക. അല്ലെങ്കിൽ വേറൊരു സ്പൂണും കൂടെ വെച്ചാൽ ആ മെത്തേഡ് എന്ന് പറയുന്നത് സ്പൂൺ വെച്ച് ഇതും വെച്ചതിന് ശേഷം ഇങ്ങനെ എണ്ണ ഊറ്റിച്ചതിന് ശേഷം എടുത്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എനിക്കിപ്പോൾ എളുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാനാണ്. അതായിട്ടുണ്ട്. തീ അതിൻ്റെ ഇടയിൽ കുറയ്ക്കാൻ മറക്കില്ലേ. അടുത്ത് ഇടാൻ സമയം തീ കൂട്ടി വിട്ടുക. അടുത്ത മാവ് നമുക്ക് ഉരുട്ടി വിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ള 3 ഉണ്ടയാണ് ഉള്ളത്. ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലെ കളറായി വരുമ്പോൾ മറച്ചിടുക. കഴിച്ചു വെക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മാമ്മേനെ വിളിക്കാം. സൂപ്പർ. ഇനി ഞാൻ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഫ്രണ്ട്സ് നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മൾ വേവുന്നതിനനുസരിച്ച് എടുക്കുക. നമ്മൾ ഇതിൽ ഇടാൻ മറന്നൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അത് ഇല്ലെങ്കിൽ കൊള്ളാം, ഉണ്ടെങ്കിൽ കൊള്ളാം. കരിവേപ്പിലയാണ് അത് ഉള്ളത്. കരിവേപ്പില അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇടേണ്ടതാണ്. നമ്മളത് കാര്യം ഇടാൻ മറന്നേ. പിന്നെ വേണമെങ്കിൽ അത് ഇട്ടാൽ മതി. ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ഇത് എൻ്റെ ഊഹം വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടുണ്ട്. ചിലത് നല്ല എണ്ണയൊക്കെ കിടന്ന് നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അഹം എന്താണെന്ന് ചെയ്യാൻ പറ്റില്ല. കൊച്ചു തീ കൂട്ടി നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുക. നമുക്കിപ്പോൾ എടുത്തു നോക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റത്ത് എടുക്കാം. നമുക്ക് ലാസ്റ്റത്തിൽ കറക്കി എടുക്കാം. അതിന് മാത്രം കുറച്ച് എണ്ണ കൂടുതൽ എടുത്തിട്ട് ഞാൻ വെച്ചോളാം. സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. എണ്ണ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ട് നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്യുക.